ഹായ് ഗൈസ്, നമസ്കാരം. വിഷ്ണു ആണ്. തംബ്ലൈൻ കണ്ടുവന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. തംബ്ലൈനിൽ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ചെറിയൊരു തിരുത്തൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തംബ്ലൈൻ കണ്ടിട്ട് വരുന്ന പലർക്കും തോന്നുന്ന ഡൗട്ടാണ് ലൈസൻസ് കിട്ടിയത് 7 ദിവസം കൊണ്ടാണോന്ന്. ലൈസൻസ് കിട്ടിയത് 7 ദിവസം കൊണ്ടല്ല. ലൈസൻസ് എടുക്കാനായിട്ട് ഏകദേശം 2 മാസം അടുത്ത് സമയമെടുത്തു. കാരണം ഓൾറെഡി എനിക്ക് ലൈറ്റ് ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഹെവി എടുക്കാനായിട്ട് നമുക്ക് ബാഡ്ജ് കാര്യങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് നമ്മൾ പ്രാക്ടിക്കൽ ടെസ്റ്റിനും കാര്യങ്ങളൊക്കെ പോയത്. ഡേറ്റ് എടുക്കാനായിട്ടും കിട്ടാനും ഒക്കെ ഡിലേ വന്നു. എല്ലാം കൂടെ ഒരു 2 മാസം എടുത്തുള്ളൂ. പക്ഷേ ടെസ്റ്റ് പാസ്സായി പരിവാഹനിലേക്ക് നമ്മുടെ ലൈസൻസ് അപ്ഡേറ്റ് ആയി ഏകദേശം ഒരു 1 വീക്ക് സമയം എടുത്തു. അതും കഴിഞ്ഞ് MVD ഓഫീസിൽ നിന്നും കിട്ടിയ ഒരു നിർദ്ദേശം അനുസരിച്ചതിൻ്റെ പേരിൽ ആ ഒരു നിർദ്ദേശം ഫോളോ ചെയ്തുകൊണ്ട് വെറും 7 ദിവസം കൊണ്ട് ഈ ഒരു കാർഡ് പ്രിൻ്റ് അടിച്ച് എൻ്റെ കയ്യിൽ കിട്ടി. അതാണ് പറയുന്നത്, സാധനം പ്രിൻ്റ് അടിച്ച് കിട്ടാനെടുത്തത് 7 ദിവസം. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് വളരെ അർജൻറ്റായിട്ട് നമ്മുടെ ലൈസൻസ് ഒറിജിനൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഓൾറെഡി നമ്മൾ ലൈറ്റ് മാറി ഹെവിയിലേക്ക് കയറുമ്പം നമ്മുടെ ലൈറ്റ് ലൈസൻസ് നമ്മൾ RT ഓഫീസിൽ ഒറിജിനൽ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അത് നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. തിരിച്ച് കിട്ടാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പരിവാഹൻ സൈറ്റ് കാണിച്ചിട്ടായിരിക്കും. ഇപ്പം എന്തെങ്കിലും ചെക്കിങ്ങിൻ്റെ സമയത്താണെങ്കിലോ അങ്ങനെ എന്ത് വന്നാലും നമ്മൾ ഉപയോഗിക്കുന്നത് പരിവാഹൻ സൈറ്റിലായിരിക്കും. പക്ഷേ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി എനിക്ക് എൻ്റെ ഒറിജിനൽ ലൈസൻസ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓൾറെഡി ചങ്ങനാശ്ശേരി RTOയുമായിട്ട് ബന്ധപ്പെട്ടു. OTO ഓഫീസിൽ ചെന്ന് സാറുമായിട്ട് അവിടെ സംസാരിച്ച് അവിടുത്തെ എടുത്ത് പറയേണ്ട ഒരാളാണ് പ്രേംകുമാർ സാറ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ 1-2 തവണ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് സാറ് കാര്യം ജെന്യുവിൻ ആയതാണ് എന്ന് സാറിന് തോന്നിയത് കൊണ്ടായിരിക്കണം സാറ് എന്നോട് പറഞ്ഞു, ഡയറക്റ്റ് നിങ്ങൾ ഓഫീസിൽ പ്രിൻറ്റിങ്ങിൻ്റെ ഓഫീസിൽ വിളിക്കുക. പ്രിൻറ്റിങ്ങിൻ്റെ ഓഫീസിൽ വിളിച്ച് കഴിയുമ്പോഴത്തേന് അവരെന്തെങ്കിലും ഒരു സൊല്യൂഷൻ തരും. ഒരുപക്ഷെ ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അങ്ങനെ ഞാൻ പ്രിൻറ്റിങ്ങിൻ്റെ ഓഫീസ് സെക്ഷനിൽ വിളിച്ചു. എറണാകുളത്താണ് ഇതിൻ്റെ പ്രിൻറ്റിങ് നടക്കുന്നത്. അവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് നോർമലി ഒന്നും ചെയ്തു തരാൻ പറ്റില്ല, അതിന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വരുന്നത്. പക്ഷേ അവർക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, പ്രയോറിറ്റി. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് നമ്മുടെ ലൈസൻസ് അർജൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻറ്റിങ്ങിന് അവർ പ്രയോറിറ്റി കൊടുക്കും. അത് നമ്മൾ ഡയറക്റ്റ് മെയിൽ അങ്ങോട്ടല്ല അയക്കേണ്ടത്. നമുക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ജെന്യുവിൻ ആണെന്ന് കാണിക്കുന്ന എവിഡൻസും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് ഞാനൊരു മെയിൽ അയക്കുകയുണ്ടായി. മെയിൽ മോർണിംഗ് അയച്ചു. ഒരു ഈവനിങ്ങിനുള്ളിൽ അവർ ആ മെയിലിന് എനിക്ക് റെസ്പോണ്ട് ചെയ്തു. ഞാൻ എൻ്റെ കാര്യം അത് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ വിളിച്ച് മെയിൽ സെക്ഷനിൽ വിളിച്ച് കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ ആ റിക്വസ്റ്റ് നമ്മുടെ പ്രിൻറ്റിങ് സെക്ഷനിലേക്ക് അയക്കുകയുണ്ടായി. അങ്ങനെ പ്രിൻറ്റിങ് സെക്ഷനിൽ അയച്ച് അതിനുശേഷം എടുത്ത സമയമാണ് വെറും 7 ദിവസം. 7 ദിവസത്തിനുള്ളിൽ എൻ്റെ ഈ സാധനം, അതായത് ഞാൻ മെയിൽ തിങ്കളാഴ്ചയാണ് അയക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ മെയിൽ അയക്കുന്നു. തിങ്കളാഴ്ച മെയിൽ അയച്ച് എനിക്ക് വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും മെസ്സേജ് വന്നു, എൻ്റെ ലൈസൻസ് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച, അതായത് അടുത്ത തിങ്കളാഴ്ച ആയപ്പോഴത്തേനും ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ഈ സാധനം കയ്യിൽ പോസ്റ്റ്മാൻ കൊണ്ടു തന്നു. അതാണ് പറഞ്ഞത്, വെറും 7 ദിവസം. എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു എങ്ങനെയാണ് ഇത് കിട്ടുക. എല്ലാവരും പറയുന്നു പ്രിൻറ്റിങ്ങിൻ്റെ സെക്ഷനിൽ വിളിച്ചാൽ മതി. പ്രിൻറ്റിങ്ങിൻ്റെ സെക്ഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും കിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു മെയിൽ നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മെയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ജെന്യുവിൻ ആയിരിക്കണം. പക്ഷേ നമ്മളെല്ലാവരും ജസ്റ്റ് എനിക്ക് അർജൻറ്റ് വേണം ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടണമെന്നില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എനിക്ക് കിട്ടിയത് കറക്റ്റ് 7 ദിവസം കൊണ്ടാണ്. എന്താണ് മെയിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇതിവിടെ കാണിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് അത്ര ഇത് എക്സ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ നമുക്കില്ല. ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട്ട് എത്തിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ MVD ഓഫീസിൽ പോയി അവിടെ അവരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം കുഴപ്പമില്ല, ഇത് ഇടാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ, പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ളവരായിരിക്കാം, ചിലപ്പോൾ എംബസിയിൽ ലൈസൻസ് എടുത്ത് എംബസിയിൽ എന്തെങ്കിലും കാര്യത്തിന് സബ്മിറ്റ് ചെയ്യേണ്ടവരായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും കാണും ഒറിജിനൽ ലൈസൻസിൻ്റെ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു മെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു റെസ്പോണ്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പം നിങ്ങൾക്ക് അയക്കേണ്ട മെയിൽ ID കാര്യങ്ങളെല്ലാം ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് കോൺടാക്ട് നമ്പേഴ്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അവിടുത്തെ നമ്പേഴ്സും അതുപോലെ തന്നെ പ്രിൻറ്റിംഗ് യൂണിറ്റിൻ്റെ നമ്പറും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ നമ്പേഴ്സ് കൊടുക്കൂ. പക്ഷേ മെയിൽ ID ഞാൻ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും.
അപ്പം ഇതാണ് എനിക്ക് 7 ദിവസം കൊണ്ട് ലൈസൻസ് കിട്ടിയതിൻ്റെ കഥ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ സലാം.